ഇപ്പം നമ്മളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിതാ പൊതിയാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പണികളൊക്കെ ഇതാ ലാസ്റ്റിലേക്കായിട്ട് അതാ നമ്മുടെ പൊതിച്ചോറ് ഏതാണ്ട് പകുതിയോളായിട്ടുള്ളൂ കേട്ടാ. ഞങ്ങൾ വേനലിൻ്റെ സമയത്ത് ഞാനപ്പോൾ പടി വരെ എത്തിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. എന്താ റൊണാൾഡോ? അതെ, നമുക്ക് നാളെ പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസവും കൂടിയാണ്. അപ്പോൾ ഞാൻ ഒരു 3 നാളികേരം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പൊളിക്കാൻ വേണ്ടിയിട്ടാ. നോക്കി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ദേ ഒരാളിതാ ഒരു നാളരും കൊണ്ടുവന്ന് വെച്ചാൽ അവർ പൊളിച്ചരാന്നാണ് പറയണേ. ദേ അടുത്ത ആൾ അടുത്ത നാളരം എടുത്തിട്ടുണ്ട്. ഇനി ഒരു നാളരം അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇവരെ കയ്യിൽ നിന്ന് നാളരം മേടിക്കുമ്പോൾ ഇവരുടെ സ്വഭാവം നോക്കണം കേട്ടാ. ഏതാണ്ട് ഇവർ അവിടെ നിന്ന് എവിടെ നിന്ന് പറക്കുകൊണ്ടെന്ന് വെച്ചാൽ പോലെ ആയിരിക്കും ഇവരെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ. എനിക്ക് തരുമോ? കാരണം കല്യാണി തരുമോ എനിക്ക്? ഒന്ന് ഇനി ആരോ നാളേരം തരിക? തരുമോ? കൊണ്ടോട്ടെ? എന്നൊന്നും ചെയ്തിരിക്കോട്ടെ, ഞാൻ കൊണ്ടുപോട്ടെ. അത് അടുത്ത ആൾ അത് ഉരുട്ടിയെടുത്തു. അപ്പോൾ 3 നാളേരം പൊളിക്കണം. എന്തെങ്കിലും ഒരെണ്ണം കൊണ്ട് പൊളിച്ച് വരട്ടെ, എന്നിട്ട് അടുത്തത് മേടിക്കാം. ഞാൻ ചകിരി തരാം. കല്യാണിക്കുട്ടിക്ക് ചകിരി തരാം കേട്ടോ. കല്യാണിക്കുട്ടിയുടെ നാളികേരമാണ് ഞാൻ എടുത്തു വന്നത്. അത് ശരി തന്നെയാണ്. പക്ഷേ എനിക്കിത് ആവശ്യമുണ്ടല്ലോ കല്യാണിക്കുട്ടി. വേറെ നാളികേരം തരാൻ എൻ്റെ പൊന്നിന് പൊളിക്കാനായിട്ട്. ഇപ്പം ഞാൻ ചകിരി തരട്ടെ? എന്നാ കൊണ്ടേക്കോ, ചകിരി കൊണ്ടേക്കോ. വേണ്ട, അത് ഞാൻ അടുത്ത നാളെ അതെടുത്തോളാന്ന്. മെസ്സിക്കൂട്ട ഒരു ചകിരി എടുത്ത് പോവുക. നല്ല കുട്ടി ചെല്ല്, അത് കൊണ്ട് പൊക്കോട്ടെ. എൻ്റെ മകൻ കൊണ്ട് പൊക്കോ. ചകിരി ആകുമ്പോൾ ഞാൻ മേടിക്കില്ല. അതും കൊണ്ടേ കളിച്ചോട്ടെ മെസ്സിക്കൂട്ടാ. ആർക്കും ശല്യമില്ല. ഒരു ചകിരി കൊണ്ട് മെസ്സിക്കൂട്ടൻ പോയി. എന്നാ കല്യാണിക്കുട്ടിയേ, എന്നാ എൻ്റെ കല്യാണിക്കുട്ടി ഇതെടുത്ത് കളിച്ചോട്ടോ. എന്നാ അപ്പോൾ ഇന്ന് ആരും തല്ലൂടണ്ട. 3 നാളികേരത്തിൻ്റെ ചകിരി ഇതാ കേട്ടോ. അതെടുത്തോ. ഇന്ന് എന്തായാലും ചകിരിമ പിടികൂടി ഇന്നത്തെ ഒരു ദിവസം വരെ കഴിഞ്ഞോളൂ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പൊതിച്ചോറ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ നാളികേരം അതേപോലെ നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കൂട്ടെന്ന്. ഞാനുണ്ടല്ലോ ഇതാ കഷ്ണങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം തന്നെ നുറുക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇതാ നുറുക്കാൻ അവിടെ ഇരിക്കാട്ടാ. തലേദിവസം നുറുക്കി വെച്ചാലേ പിന്നെ രാവിലെ നമുക്ക് വെക്കാൻ എളുപ്പമാണല്ലോ. നാളികേരം വരെ നമ്മൾ ചെരുകി വയ്ക്കൂട്ടെ തലേ ദിവസം തന്നെ. നാളികേരം ചെരുകിയത് ഫ്രിഡ്ജിൽ വയ്ക്കും. കഷ്ണങ്ങൾ നുറുക്കിയതൊന്നും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടാ. അപ്പം നമ്മളുണ്ടല്ലോ ഇതാ ഇപ്പോൾ ഒരു 4:30 ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എന്താ പറയുക പാചകം ചെയ്യാനൊക്കെ ആയിട്ട് എണീറ്റു. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുള്ള കാരണം നമ്മൾ എന്താ പറയുക പുറത്താണ് പാചകം ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം അവരുള്ള കാരണം നമ്മളവിടെ പാചകം ചെയ്യണില്ല കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ലൈറ്റിൻ്റെയും ചെറിയ അനക്കങ്ങളൊക്കെ ആയിട്ട് അവരുടെ കുറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് കൂട്ടിലിരുന്നിട്ട്. അപ്പോൾ ഇനി ആദ്യം നമ്മൾ വേഗം തീ എത്തിച്ചിട്ട് അരി ആട്ടോ വയ്ക്കാൻ പോണത്. നമുക്ക് ഈ ഗ്യാസ് വെക്കി ഈ പാത്രം കയറ്റി വയ്ക്കണമെങ്കിലേ 2 പേര് വേണം.
ചേട്ടാ മൂടിയെടുത്തു. അപ്പോൾ അരിക്കുള്ള വെള്ളമൊക്കെ തിളയ്ക്കണം, അരി ഇടണമെങ്കിൽ. അപ്പോൾ വെള്ളം ഇവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ അടുക്കളയിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാ. നമ്മളുണ്ടല്ലോ പരിപ്പ്, സാമ്പാറുള്ള പരിപ്പ് ഞാൻ കുക്കറിലിട്ടു. പിന്നെ പയറും കായും ഒരു മെഴുക്ക് കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ അടുപ്പത്ത് കയറ്റിയിട്ടുള്ളത്. ഇനി നമ്മൾ അരിടാനാട്ടോ പോണത്. നമ്മുടെ വെളിച്ചൊക്കെ കണ്ടിട്ടാട്ടോ കോഴികളൊക്കെ നേരത്തോടെ കൂയോ തുടങ്ങിയിട്ടുണ്ട്. നേരം വെളുത്തുന്ന അവർ വിചാരിച്ചു നോക്കണേന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടാ. ഇനി നമ്മുടെ ചോറ് അവിടെ വെന്തിട്ടുണ്ട്. ചോറ് ഊറ്റാൻ പോകണം. പിന്നെ നമുക്ക് തോരൻ വെച്ചിട്ടില്ല, അത് വെക്കണം. പിന്നെ മീൻ വറക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ചോറവിടെ ആദ്യം നമുക്ക് ചോറ് ഊറ്റാൻ പോയിട്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ നമ്മൾ കാലത്ത് എണീക്കുമ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളും കണ്ടപ്പോൾ ഒന്ന് കുറയ്ക്കൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഇല്ല, എനിക്കൊന്നുമില്ല. കൂട്ടിലേക്ക് ഞാൻ വിട്ടിട്ടില്ല അവരെ. നമുക്ക് ഒരു അരിപ്പയുടെ കൊട്ടയുണ്ടായിരുന്നു ചോറൊക്കെ ഊറ്റിടാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മൾ ഈ പ്രാവശ്യം മുളകൊക്കെ ഉണക്കി അതിലാക്കി വെച്ചിട്ടേ ആ കൊട്ടയിൽ ഊറ്റിടാൻ പറ്റണില്ല. അത് കാരണം ഇപ്പോൾ 2-3 പാത്രത്തിലായിട്ട് ഊറ്റിയിടണേ. അപ്പോൾ ഇതും കൂടി നിറഞ്ഞാൽ വേറൊരു പാത്രം കൂടി എടുക്കേണ്ടി വരും നമുക്ക്. മറ്റേ കൊട്ടയാകുമ്പോൾ സുഖമായിരുന്നു, വേഗം ഊറ്റിടാൻ പറ്റിയിരുന്നു. ഇനി നമുക്കുണ്ടല്ലോ മീൻ വറക്കലും ഒരു ചമ്മന്തി അരക്കലും മാത്രമേ കേട്ടോ. ഞാൻ മീൻ വറക്കാനായിട്ട് 3 പാത്രത്തിലായിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുക. കാരണം സമയം ഒത്തിരി ആയി തുടങ്ങി. 9 മണിക്കാകുമ്പോൾ ഒരു എത്തേ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്നലെ മുടക്കായിരുന്നു. അപ്പോൾ നമുക്ക് മീൻ ഇന്നലെ ഇന്ന് മേടിച്ച് വയ്ക്കാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ നേരത്തെ മാർക്കറ്റിൽ പോയിട്ട് പിന്നെ ഷൈഡ മേടിച്ച് വന്നത്. തലേദിവസം കിട്ടണമെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. മറ്റുള്ള നമ്മുടെ കറികളൊക്കെ ആവണേൻ്റെ ഒപ്പം തന്നെ മീനും ആയി കിട്ടിയേനെ. ചായട്ടതാ ഇലയൊക്കെ മുറിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം പിന്നെ നമുക്ക് ഇലയ്ക്ക് കേടുണ്ടാവില്ലല്ലോ ഷൈഡാ. വേനലിൻ്റെ സമയത്ത് ഇല നമുക്ക് മുറിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവാറ്. നമ്മുടെ ഉണ്ടല്ലോ പണികളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടാവും. ഞാൻ ഇപ്പം അധികമൊന്നുമില്ല. ചായട്ടയെല്ലാം മുറിച്ച് കൊടുത്തിട്ടുണ്ട്, അത് വാട്ടണം. അങ്ങനെയുള്ള ചെറിയ പണിയുള്ളൂ. പിന്നെ ഉള്ളത് ചമ്മന്തി അരക്കലായിട്ടാണ്. അപ്പം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. നാളികേരം, മാങ്ങ, ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ടാട്ടോ നമ്മൾ ചമ്മന്തി അരക്കണേ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിലേക്കുള്ളത് എല്ലാവരും റെഡി ആക്കിയിട്ട് അതേ ഷായിട്ട് പൊതിയാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണെങ്കിൽ ചോറ്, പിന്നെ അതാ കാബേജ് തോരൻ, മുട്ട പുഴുങ്ങിയത്, നാളികേര ചമ്മന്തി, കടുമാങ്ങ അച്ചാറ്, പിന്നെ കായും പയറും മെഴുക്ക് പുരട്ടി,
പിന്നെ സാമ്പാർ, പിന്നെ അയില വറുത്തത്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ 100 രൂപ കവറിലാക്കി വെക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് അത് എന്തിനാണ് വെക്കണേന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിത് വെക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് അർഹതപ്പെട്ടവർക്ക് ഇത് കിട്ടണേന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അവരെ കയ്യിൽ വരുന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ ഷായേട്ടൻ അവിടെ പൊതിനനുസരിച്ച് ഞാൻ പൈസയും അതേപോലെ തന്നെ സാമ്പാറും നമ്മൾ കവറിലാക്കിയിട്ടാട്ടോ വെക്കുക. അപ്പോൾ ഞാനിങ്ങനെ ആക്കി കൊടുക്കും. ഷായേട്ടൻ ഇത്തിരി കൂടി സ്പീഡാണ് പൊതിയാനായിട്ട്. ഷായേട്ടൻ വെക്കും. പിന്നെ മീനാണെങ്കിൽ നമ്മളിതാ ഇലയിൽ പൊതിഞ്ഞിട്ടാട്ടോ വെക്കുക. ചോറിൻ്റെ കൂടെ നമ്മൾ മീൻ വറുത്തത് വെക്കില്ല, ഇലയിൽ പൊതിഞ്ഞിട്ട്. ഞാൻ ഷായേട്ടന് അടുത്ത വട്ടം പൊതിച്ചോറ് പൊതിയുമ്പോൾ ഞാനത് കാട്ടിത്തരാം കേട്ടോ നമ്മൾ എങ്ങനെയാണ് ആക്കണമെന്നുള്ളത്. ഷായേട്ടൻ കവർ ഇട്ടിട്ടില്ല, കവർ എന്താ ഒരു പാത്രം ഉണ്ടായിരുന്നല്ലോ ഷേട്ടാ. നമുക്ക് സമയം വൈകി, നമ്മൾ ഞാൻ ഷായേട്ടനൊപ്പം നിന്നാൽ മാത്രമാണ് അത് വരുമ്പോഴേക്ക് വേഗം ആക്കിയെടുക്കാൻ പറ്റുള്ളേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ദേശമായിട്ട് ഈ വട്ടത്തെ പൊതിച്ചോറ് പൊതിയുന്നത് കേട്ടോ. നമ്മൾ എങ്ങനെയാണ് മീൻ വറുത്തതൊന്നും നമ്മൾ ചോറിൻ്റെ കൂടെ വെക്കില്ലേ, കാരണം നോൺ വെജ് കഴിക്കാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ഇതേപോലെയായിട്ട് പൊതിയാം. പേപ്പർ വെച്ച് ഇല വാട്ടിയതാണ് കേട്ടോ, വാട്ടി തുടച്ചെടുത്തിട്ടുള്ള ഇലയാണ് നമ്മുടെ. ചോറ് നമ്മൾ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ചോറിടും. കൂടെ നിൽക്കുന്നത് ഇപ്പോൾ 2 പേരൊക്കെ ഉണ്ടെങ്കിലേ അവർക്കും കൂടി കഴിക്കാവുന്ന രീതിയിലായിട്ട് ചോറ് നമ്മളിടാം. പിന്നെ ദാശമായിട്ടൊരു ചമ്മന്തി ഇട്ടു, പിന്നെ ഇതാ കടുമാങ്ങ അച്ചാർ ഇട്ടു തരുത്ത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ ക്യാബേജ് തോരൻ അതേപോലെ എടുത്ത് വെച്ചു. മുട്ട വെച്ചു. ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം നമ്മളിതാ അയില ഒരിലയിൽ ഇങ്ങനെ പൊതി. സാമ്പാർ തന്നില്ല, സാമ്പാർ പൈസ നമ്മൾ ഇലയുടെ മുകളിൽ തന്നെ വെക്കുകയാണ്. തുറക്കുന്ന സമയത്ത് വെറുതെ കവറാന്നിട്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ടേ. ഇതേപോലെയാണ് കേട്ടോ നമ്മൾ പൊതിച്ചോറിന് ആക്കുക. അപ്പോൾ മീൻ കഴിക്കാത്തവർക്ക് കഴിക്കണ ആരെങ്കിലും അവരുടെ തൊട്ടടുത്ത് എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. നമ്മുടെ പൊതിച്ചോറ് ഏതാണ്ട് പകുതിയോളായിട്ടുള്ളൂ കേട്ടാ. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക അവർ ഇത് കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയെന്ന്. കാരണം ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നാൽ മതിയെന്നേ. കാരണം ഇപ്പോൾ ഒരു 10 മണിയുടെ അടുത്തേക്ക് ആയിട്ടുണ്ട്, അവർ വേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയ്ക്കും കൂടി ഇനി പൊതിയാനും ഉണ്ട്. നമ്മുടെ നോക്കിയ ചോറൊക്കെ പൊതിയൽ കഴിഞ്ഞു. ആ കുട്ടികൾ ഇപ്പം എത്തൂട്ടാ, വിളിച്ചിട്ടുണ്ട് ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ട്. ഒക്കെ കാലി. ഇനി ബാക്കിയുള്ളത് എല്ലാത്തിനും കുറേശ്ശെ എടുത്തിട്ട് ഞങ്ങൾക്കും കൂടിയുള്ള ഒരു പൊതിച്ചോറ് ആക്കി വയ്ക്കണം. മഴയെ കാരണം മൊത്തത്തിൽ നേരം വയ്യ പോലെ വെട്ടിയെടുക്കാറുണ്ടല്ലോ.
മഴ വരുന്നല്ലോ അല്ലേ? പിടിക്കണ എട്ട് വർഷമായിട്ട് നമ്മളിങ്ങനെ പൊതിച്ചോറ് കൊടുത്തു തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അവർക്ക് ഒരു വട്ടം കൂടി വരണം നമ്മളവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മുടെ പേളി വരുന്നുണ്ട്, അവൾക്ക് വിശക്കിട്ടുണ്ടാവേ, ഇന്ന് കുറച്ച് വൈകിട്ടുണ്ടല്ലോ. പേളിക്കുട്ടി നിൽക്കട്ടെ, ഞാൻ തരുന്നുണ്ട്. അവരും കൂടി ഇതാ ചോറ് അടുത്ത വട്ടം കൂടി കൊണ്ടുപോയതിന് ശേഷം നിനക്ക് തരാം കേട്ടോ. അവിടെ നിൽക്ക്. ഷായേട്ടനെ നമ്മുടെ അവിടുത്തെ പറമ്പിൽ പോയിട്ട് കൊള്ളി പറിച്ച് വരുന്നതായിട്ടാ. നോക്കിയ കൊള്ളി ഉണ്ടാ, അടിപൊളി കൊള്ളിയില്ലേ ഷായിട്ടാ? അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഞാൻ ഷീജ ഞങ്ങളുടെ ഫ്രണ്ടായിട്ടാ. അപ്പോൾ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളി മേടിക്കാൻ വരാനായിട്ട്. മേടിക്കാന്ന് വെച്ചാൽ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിപ്പോൾ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറിച്ച് നോക്കണേ. അപ്പോൾ ഷീജനെ നമ്മൾ മുന്നേ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനേ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കൊള്ളി അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഷീജയോട് പറയും വായോ കൊണ്ടുപോകാന്ന്. അപ്പം അങ്ങനെ ഷീജ എൻ്റെ അടുത്തേക്ക് ഇന്ന് വിളിച്ചപ്പോൾ വന്നു. സ്മിതേച്ചിയുടെ കൊള്ളിയും ചീരൊക്കെ മേടിച്ച് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സ്മിതേച്ചി അനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുക്കണില്ല. ഇഷ്ടംപോലെ ആൾക്കാർ കാശിന് മേടിക്കാറുണ്ട്. സ്മിതേച്ചി ആൾക്കും ഇല്ലാത്തവർക്ക് മാത്രമായിട്ട് കൊടുക്കണുള്ളൂ. അതല്ല, അതെ അവളുടെ അടുത്ത് കുറേ പേര് ചോദിക്കാന്, കുറേ പേര് ചോദിക്കുന്നുണ്ട് കാശിന് കൊടുക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോണ്ടോ. ചിലവാക്കി തരാന്ന് പറഞ്ഞു. സ്മിതേച്ചി കൊടുക്കണ്ടേ? സ്മിതേച്ചി ഇല്ലാത്തവർക്ക് കൊടുക്കണുള്ളൂ, കാശിന് കൊടുക്കണില്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കൊള്ളിയും ചീരയും പച്ചമുളക് സർവ്വസാധനവും ചോദിക്കുന്നുണ്ട്. അതല്ല നമ്മളെ കൂടുതൽ അതല്ല ഷീജ, അവരോട് പറഞ്ഞാൽ മതി. അവർക്കൊരു ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തരാം, പക്ഷെ പൈസക്ക് കൊടുക്കണില്ല എന്ന് തന്നെ പറഞ്ഞോളൂട്ടാ. ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എനിക്ക് തരുമ്പോ എന്നെ എന്ത് കൊടുക്കാനാ പറയുന്നവര്? നിനക്ക് തരുമ്പോ ഞങ്ങൾക്ക് തന്നോളോട്ടോ സ്മിതേച്ചി, സാധനങ്ങളിൽ തന്നോളെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാന് കുഴപ്പമില്ല കൊടുത്തോ, ആരാണെങ്കിൽ ഷീജോട് ചോദിക്കണ പൈസക്കല്ല, നമുക്ക് അങ്ങനെ കിട്ടുമ്പോ അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലേ കൊടുക്കാട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇതിൽ ഞാൻ ഒരു തറി കൂടി വേറെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ 2 വർഷമായിട്ടും പറിച്ചോളുന്നതാ. ഇത് മുന്നൊരു ദിവസം ഇന്നലെ നമ്മളിവിടെ ആവശ്യത്തിന് പറിച്ചിട്ട് ബാക്കിയുള്ളതാട്ടോ. അപ്പൊ അതും കൊണ്ടുപോട്ടാ. അപ്പൊ ഞാൻ പടിയിൽ അടിക്ക് വേണമെങ്കിൽ വെച്ച് തരാം. കൊണ്ടുപോവാ സുഖമായില്ലേ? കൊള്ളി എല്ലാവരും കണ്ടാ ഞാൻ പിടിച്ചോണ്ടോ. അയ്യോ, ഷീജ ചീരക്കുള്ള സമയത്ത് ഷീജനെ ഞാൻ കൂടുതൽ വിളിക്കാം. ഷീജ ചീര കുറെ ഉണ്ടിട്ടാ. എന്തോരാ കൊണ്ട് എല്ലാവർക്കും കൊടുക്കാറില്ലേ? എല്ലാവരും വെച്ചിട്ട് ഞാനപ്പോ പടി വരെ എത്തിച്ചേരാം. നമുക്കുണ്ടല്ലോ ബർത്ത്ഡേ വിഷയാലും അതേപോലെ തന്നെ ഹായ് പറയാനുണ്ട് കേട്ടാ. ശ്യാമളി ചേച്ചിയുടെ മകൻ ആദിഷിൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 11, അതായത് ഇന്ന്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആദിഷിന് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. അശോക് വേൾഡ് ഹായ് അശോക്. പ്രസന്ന മേനോൻ ഹായ് പ്രസന്ന ചേച്ചി. അനിത രാജൻ ഹായ് അനിതേച്ചി. ഇന്ദു രവീന്ദ്രൻ ഹായ് ഇന്ദു. അപ്പം ഇനി നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാട്ടാ. വയോട്ടാ. അങ്ങനെ ഞങ്ങളുടെ പൊതിച്ചോറ് പൊതിച്ചോറേ കഴിക്കാന്ന് പറയുമ്പോ ഭയങ്കര കൊതിയാട്ടാ. വേഗം തുറക്ക, വേഗം കഴിക്കാൻ അങ്ങനെ തോന്നുക. ഈ സമയത്ത് ശരിക്കേ അവരവിടെ കഴിക്കണ്ടോ പൊതിച്ചോറ്? ആ സമയം കണ്ടാ നമ്മൾ എടുത്തോക്കണേട്ടാ ഭക്ഷണം കഴിക്കാനായിട്ട്. നോക്കിയേ എന്ത് ഭംഗിയാ നോക്കി കാണാൻ. എന്താ ഫ്ലഷായിട്ടാ അതേപോലെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. അല്ലെങ്കിലേ ചാറ് ചോറിലൊഴിച്ച് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഒരു വലിച്ചൊരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ കവറ് വേണ്ടാന്നാണ് പറയണത്. പക്ഷെ ഇത് നിവൃത്തിയില്ലാത്ത കാരണം നമ്മൾ കവറിൽ വെച്ച് കൊടുക്കുന്നത്. അലക്കായിട്ടാ ഭയങ്കര രസമാ ശരിക്കും. എന്നുവെച്ചാൽ വേറെ വ്യത്യാസങ്ങളൊന്നും വന്നില്ല. ഇത്ര നേരമായാലും അവർക്ക് കഴിക്കാനപ്പോ കുഴപ്പമില്ല. അത്ര രസമായിട്ട് കഴിക്കും. സാമ്പാറൊക്കെ ശരിക്കും സദ്യ സാമ്പാറാ.
പിന്നെ ഇതിന്റെ രുചി എന്നൊക്കെ നമ്മൾ പറയണ്ട, ഇതൊക്കെ അവര് കഴിക്കുന്നവര് തീരുമാനിച്ചോളൂ. മീനിന്റെ ഇലയിൽ പൊതിഞ്ഞ് വെച്ചാലും കുഴപ്പമില്ല. ഇതിൽ വയ്ക്കുമ്പോഴാണ് കശു വരാ. ചോറിലാണ് നേരിട്ട് വയ്ക്കുമ്പോൾ മീൻ്റെ ഇതിലാകുമ്പോ കുഴപ്പമില്ല. വീട്ടിലേക്കായാലും നമുക്കിങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പൊതിച്ചോറായിട്ടാ. കാരണം സാമ്പാർ, തോരൻ, മെഴുക്ക് പുരട്ടി, അച്ചാറ്, ചമ്മന്തിയും ഒക്കെ ആയിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊതിച്ചോറും കൂടിയാട്ടോ ഇത്. ഷായിട്ട് ഭയങ്കര സ്പീഡിലാണ് കഴിക്കാം, ഇഷ്ടപ്പെട്ട. പിന്നെ പൊതിച്ചോറ് ഒന്നാമത് കൂടുതൽ ഇഷ്ടമുള്ളത്. പൊതിച്ചോറ് നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ പൊതിച്ചോറ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. എത്രയും നന്നാക്കി കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുക. അതിനൊരു കാരണം കൂടിയുണ്ട്. അതായത് എൻ്റെ അച്ഛൻ വെയ്യാണ്ട് മെഡിക്കൽ കോളേജിൽ കിടന്നുണ്ട്. ആ സമയത്താണ് ഞാൻ പൊതിച്ചോറ് ഇത്രയും ആവശ്യക്കാരുണ്ടെന്ന് അറിഞ്ഞത്. അപ്പം നമ്മുടെ കിടക്കണ ബെഡ് അതിങ്ങനെ ഫുൾ വാർഡിലാണ് എല്ലാവരും, റൂമിൽ കിടക്കൽ കുറവാണ് ഒരു മെഡിക്കൽ കോളേജിലേക്ക്. അപ്പം നമ്മുടെ കട്ട്ലേൻ്റെ ഒക്കെ തൊട്ടായിട്ട് ഇങ്ങനെ കുറച്ച് പേര് കിടന്നിരുന്നു. അതിൽ ഒരു ചേട്ടനനിയന്മാർ ഒരുമിച്ച് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേർക്കും ഉച്ചയ്ക്ക് ചോറ് മേടിക്കും. അതേപോലെ തൊട്ടുള്ള ബെഡുകാരോട് ചോദിച്ചിട്ട് അവരുടെ എന്തോ ആധാർ കാർഡ് കൊണ്ടുപോകണം, അപ്പോഴാണ് ചോറ് പൊതി കൊടുക്കുക. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് കൊണ്ടുവന്ന് അവർ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ബാക്കി വരുന്ന ചോറുണ്ടല്ലോ അത് വെള്ളം ഒഴിച്ചിട്ടിട്ട് രാത്രിയിൽ കഴിക്കണം. അപ്പോഴാണ് നമുക്ക് പൊതിച്ചോറിന് ഇത്രയും ആവശ്യക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഭയങ്കര ഒരാഴ്ച കിടന്നു ഹോസ്പിറ്റലിൽ. ഞാൻ ഒരാഴ്ച രാത്രി പകലൊക്കെ നിന്ന് അങ്ങനെ കണ്ടിട്ടുള്ളതാണ് അവിടുത്തെ ഇത്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ള സൗകര്യമുള്ള കാര്യം കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇതൊന്നും അവിടേക്ക് എത്തിക്കാൻ പറ്റാത്തവരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കേട്ടോ അങ്ങനെ പൊതിച്ചോറ് കൊടുത്തു കഴിഞ്ഞാൽ. അടുത്ത ദിവസം അടുത്ത വീഡിയോ